ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഇതുപോലെ ബാത്റൂം ക്ലീൻ ചെയ്യുക. അത് ഉപയോഗിക്കാത്ത ബാത്റൂം ആകട്ടെ ഉപയോഗിക്കുന്ന ബാത്റൂം ആകട്ടെ, നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടാൽ പോലും ഇതുപോലെ കറ പിടിക്കുക അല്ലേ ബാത്റൂമിലെ. അതുപോലെ ഉപ്പ് കറ, മഞ്ഞക്കറ ഇവയെല്ലാം കളയാനായിട്ട് നമ്മുടെ അടുക്കളയിൽ എന്നും എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ച് നല്ല കിഡിലിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ചാമ്പ്രാണി നമ്മളെല്ലാവരും വാങ്ങാറുണ്ട് അല്ലേ. അതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. ചിലവർക്ക് അത് അലർജി പ്രോബ്ലം ഉണ്ടാകാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എല്ലാവർക്കും ഒരുപോലെ സ്മെല്ലും ഇഷ്ടപ്പെടും, ഹെൽത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അധികം ഉപയോഗിക്കാത്ത പഴയ മിക്സി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്ന ഒരു മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. ഉപയോഗിക്കുന്ന മിക്സി ആണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ അതൊന്ന് കഴുകി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിവിടെ ഉപയോഗിക്കാത്ത ഒരു മിക്സി ഉള്ളത് കൊണ്ട് അത് എടുത്തെന്ന് മാത്രം. അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ കളയലല്ലേ. റോസാപ്പൂ ആണെങ്കിലും മുല്ലപ്പൂ ആണെങ്കിലൊക്കെ ഇനി അതങ്ങനെ കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ ഉണങ്ങിയ പൂക്കൾ ഇട്ട് കൊടുക്കാം. റോസയാകട്ടെ മുല്ലയാകട്ടെ എന്താണെങ്കിലും അതിലേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കേണ്ട 2 കാര്യമാണ്. ഇത് പനിക്കൂർക്ക ഇലയാണ് കേട്ടോ, നല്ലതുപോലെ ഉണങ്ങിയതാണ്. അതുപോലെ തുളസി ഇല. ഇവ രണ്ടും നല്ലതുപോലെ ഉണക്കിയെടുക്കുക കേട്ടോ. ഇത് രണ്ടും മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ മറ്റുള്ള പൂക്കളുടേതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. നല്ല പൊടി ഫൈൻ പൗഡറായിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു തുളസിയും പനിക്കൂർക്കയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുകച്ച് കഴിഞ്ഞാൽ, ചാമ്പ്രാണിയൊക്കെ പോയിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് തുമ്മൽ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അതൊന്നും ഇല്ലാതിരിക്കാൻ, അതുപോലെ കൊതുക് നമ്മുടെ സന്ധ്യ സമയങ്ങളിൽ ഇത് പോയിച്ചു കഴിഞ്ഞാൽ കൊതുക് വരാതിരിക്കാനും, അതുപോലെ നമ്മൾ റൂമൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ ഇരിക്കുകയാണ് അല്ലേ വൈകുന്നേരം മുതലേ, അപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് മണവും അതുപോലെ ഹെൽത്തിന് നല്ലത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പല അലർജീസ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ തുളസിയും പനിക്കൂർക്കയും ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ മേലേക്ക് 2 കർപ്പൂരവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റർ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. പക്ഷേ ഇത് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ലൈറ്ററായിട്ട് തോന്നിയിട്ട് ഇത് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആഴ്ചയിൽ 2 ദിവസം നമ്മളൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി കേട്ടോ. ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്യാൻ വെച്ചാൽ മതി. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വളക്കാനും ഒടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ലൈറ്ററാണ് കേട്ടോ. വളരെ ഉപയോഗപ്രദമായ, അതുപോലെ കുട്ടികളെടുത്ത് കളിച്ചാലൊന്നും നമ്മൾ പേടിക്കേണ്ട. മറ്റുള്ള ലൈറ്ററൊക്കെ നമ്മൾ പുറത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര പേടിയല്ലേ. അതൊന്നുമില്ല കേട്ടോ. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വളരെ ഉപകാരപ്രദമായ ഒരു ലൈറ്ററായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത്. ഏത് ഷേപ്പും കണ്ടില്ലേ, ഏത് രീതിയിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കാറ്റ് വന്ന് ഇതായാലൊന്നും അത് കെട്ടുപോകുകയോ ഒന്നുമില്ല കേട്ടോ. കാറ്റ് എത്ര അടിച്ചാലും, അതുപോലെ നമ്മൾ പുറത്ത് വേസ്റ്റ് കത്തിക്കാനൊക്കെ വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ ഗ്യാസ്, അതുപോലെ യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ഉപയോഗത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബാഗിൽ ഇത് ഇട്ടുകൊണ്ട് പോയാലും യാതൊരു കുഴപ്പമില്ല. ചാർജ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളവർ കയറി വാങ്ങുക. ആദ്യമായിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അതിന് നമ്മൾ എക്സ്പയറി ആയ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു 2 ഗുളിക എടുത്തിട്ടുണ്ട്. ഏതൊരു ഗുളിക ആയാലും എടുത്താൽ മതി. അതൊന്ന് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. ഫൈൻ പൗഡറായിട്ട് നിങ്ങൾ എടുക്കണം. ഇത് നമ്മളുടെ ഉപ്പ് കറ, അതുപോലെ തന്നെ ബാത്റൂമിലുണ്ടാവുന്ന കരിമ്പൻ പാടുകളില്ലേ, കരിമ്പൻ പിടിച്ച പോലെ കറുത്ത കുത്തു പാടുകൾ ഉണ്ടാവില്ലേ, അത് മഞ്ഞക്കറ ഇവയൊക്കെ കളയാനായിട്ട് ഈ ഗുളിക വളരെ ഹെൽപ്ഫുള്ളായിട്ട് ആയിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത്ര സ്ട്രോങ് ആണെന്ന്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്ന്. അടുത്തായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇത് ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ബാത്റൂം കഴിയുന്നതൊക്കെ കറ പിടിക്കുന്നതേ പോകും കേട്ടോ.
അടുത്തതായിട്ട് 1.5 ടേബിൾ സ്പൂൺ നമ്മൾ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. സോപ്പ് പൊടി ഇല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സോപ്പാണെങ്കിലും എടുത്താൽ മതി. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നമ്മളുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പിടിച്ചിരിക്കുന്ന കറകളും അതുപോലെ എന്താ പറയുക, അത് പോകാത്ത കറകൾ വരെ നമ്മളിപ്പം വീടൊക്കെ അടച്ചൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മഞ്ഞക്കറ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട്ടിൽ വെള്ളം കയറിയ വീടാണ്. നമ്മൾ 2018 നമ്മൾ നല്ല രീതിയിൽ വെള്ളം കയറി. ആ ഒരു കറ കളയാനായിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷനാണ് ഉപയോഗിച്ചത്. അതിലേക്ക് നമ്മൾ 2 മുറി, ഒരു നാരങ്ങ, ഇത് ചീനതാണെങ്കിലൊന്നും കുഴപ്പമില്ല, ഇതുപോലെ പിഴിഞ്ഞ് ഇടുന്നുണ്ട്. ഈ ഒരു നാരങ്ങയും കൂടി ചെല്ലുമ്പോൾ എത്ര കറ പിടിച്ച ബാത്റൂമും നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പം ആ വെള്ളപ്പൊക്കത്തിനുണ്ടായിരുന്ന കറകൾ ബാത്റൂമിൽ അറിയാലോ, ആ വെള്ളപ്പൊക്കത്തിന് എത്രത്തോളം ഇത് കറ പിടിച്ചിട്ടുണ്ടാവുമെന്ന്. ക്ലോസറ്റിൻ്റെ ഉള്ളും അതുപോലെ ഫ്ലഷ് ടാങ്കും ഒക്കെ മഞ്ഞ കളറായിരുന്നു. ഇതൊന്നും ഒഴിച്ച് തേക്കുകയോ കുറേയിട്ട് ഉരക്കുകയോ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് എന്താ പറയുക, ഒന്ന് തൂത്തെടുത്തപ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു ബോട്ടിലാക്കി കൊടുക്കുക. വലിയൊരു ഓട്ട ഇട്ട് കൊടുക്കണം. ചായപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ അത് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വാഷ് ബേസ് ഞാൻ കഴുകി കാണിച്ചു തരുന്നുണ്ട്. വാഷ് ബേസ് മാത്രമല്ല, നമ്മളുടെ ബക്കറ്റിൽ മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പുകൾ, എന്തൊരു സാധനവും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സമയത്ത് മാത്രം ഇത് ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കി നമ്മളെടുത്ത് വെക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുക, അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇത് ഞാൻ ആ വെള്ളപ്പൊക്കത്തിന് ഉപയോഗിച്ചപ്പോൾ വളരെ അധികം നല്ല വെള്ളപ്പൊക്കം വന്നപ്പം നമ്മളെ വീട്ടിൽ മൊത്തം എന്താ നമ്മളെ സിങ്ക് ആകട്ടെ എന്ത് സാധനം ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. മഞ്ഞക്കറ പോകാതെ ആയപ്പോൾ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഈ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നത്. ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും നിങ്ങൾ എൻ്റെ ബാത്റൂം കാണുമ്പോൾ പലവരും കമൻറ്റ് ചെയ്യാറുണ്ട് പുതിയ ബാത്റൂമാണെന്ന്. ഒരിക്കലുമില്ല. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ആ വെള്ളപ്പൊക്കത്തിന് ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. എത്ര ബാത്റൂം ഉണ്ടോ അത്രയും ബാത്റൂം ഈ ഒരു സൊല്യൂഷൻ കൊണ്ടാണ് ഞാൻ കഴുകിയെടുത്തത്. ആ മഞ്ഞക്കറ പാടെ പോയി. മഞ്ഞക്കറ മാത്രമല്ല, ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ വഴുവഴുപ്പും ഒക്കെ പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കരുത്. മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുകൊണ്ട് കഴുകിയാൽ മതി. അപ്പോൾ ആ കറ പിടിക്കുന്ന ആ ഒരു ഇതില്ലേ, അത് പോയി കിട്ടും. ബാത്റൂമിൽ എപ്പോഴും കറ നമ്മൾ കഴുകിക്കഴിഞ്ഞാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കറ പിടിക്കുക എന്നുള്ള പ്രശ്നമില്ല. അതില്ലാതായി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കരിമ്പൻ കറയൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടാണ് കരിമ്പൻ്റെ ആ ഒരു കുത്തുകുത്തൊക്കെ കളയുന്നത്. അതുപോലെ ഉപ്പ് കറയൊക്കെ കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലോസറ്റ് ആണെങ്കിലും ഹാർപ്പിക്കോ ഒന്നും വേണ്ട, ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് കഴുകി നോക്കട്ടെ. നല്ല ക്ലീൻ ആകുകയും ചെയ്യും, ബാഡ് സ്മെല്ല് പോവുകയും ചെയ്യും. എന്താ പറയുക, നല്ല വെട്ടിത്തിളങ്ങും. ഗ്ലാസ് പോലെ നമ്മൾ ബാത്റൂമൊക്കെ വെട്ടിത്തിളങ്ങാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ച് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകുക. കുറേ നേരം ഒരച്ച് ബുദ്ധിമുട്ടുകയോ ഒന്നും ആവശ്യമില്ല. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായ ക്ലോസറ്റിൻ്റെ താഴ്ഭാഗത്ത് നല്ല മഞ്ഞക്കറയുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. മസ്റ്റായിട്ടും എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ആ ലൈറ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആ കൊടുത്തേക്കുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റർ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു സൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നിങ്ങൾ കയറി മേടിച്ച് നോക്കുക. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് എന്ത് വന്നാലും ആ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചിട്ട് എന്തൊരു പ്രോബ്ലം വന്നാലും അവരതിനുള്ള സൊല്യൂഷൻ കണ്ടു തരുന്നതായിട്ട് ഫീലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ആ ഒരു സൈറ്റ് നിങ്ങളായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടില്ലേ, നല്ല വെട്ടിത്തിളങ്ങുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇതിൽ കട്ടൊന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. ഒരു രീതിയിലും കട്ട് ചെയ്യാതെ സിമ്പിളായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.